ഇന്നലെ തിരുവനന്തപുരം നഗരത്തിലെ ആമയിഴഞ്ചാൻ തോട്ടിൽ മുങ്ങിത്താണ ജോയി എന്ന മനുഷ്യനെ തേടിയുള്ള തിരച്ചിൽ കഴിഞ്ഞ 30-31 മണിക്കൂറായി തുടരുകയാണ്. ഇതുവരെ പക്ഷേ ഒരു സൂചനകൾ ലഭിച്ചിട്ടില്ല. പലയിടങ്ങളിലായി രക്ഷാദൗത്യത്തിന് ഇറങ്ങിയവർ പരിശോധന നടത്തി, മീറ്ററുകളേറെ ഉള്ളിലേക്ക് പോയി പരിശോധന നടത്തി. പക്ഷേ ആദ്യം റോബോട്ടിൽ കാൽപാദമെന്ന് സംശയിക്കുന്ന ഒരു ചിത്രം കണ്ടതായി പറഞ്ഞെങ്കിലും പക്ഷെ പിന്നീട് അത് മാലിന്യ കൂമ്പാരമാണ് എന്ന് വ്യക്തമാക്കുകയായിരുന്നു. മാലിന്യം അടിഞ്ഞുകൂടിയതിനാൽ രക്ഷാദൗത്യം പോലും ദുഷ്കരമാണ്. അവർ പോലും അപകട ഭീഷണിയിലാണ് രക്ഷാദൗത്യത്തിന് ഇറങ്ങുകയും ചെയ്യുന്നത്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുന്നത്. പ്രശാന്ത്, 7 മണി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ തിരച്ചിൽ സാധ്യമാണോ? എന്താണ് NDRFിൻ്റെയും ഒക്കെ തീരുമാനം? രക്ഷാദൗത്യം ഇപ്പോൾ വേറൊന്നും നടക്കുന്നില്ല. കാരണം ഇപ്പോൾ പ്രധാനമായി ഇനി നടക്കാൻ പോകുന്നത് ജല അതോറിറ്റി അവിടുന്ന് 5 ലക്ഷം ലിറ്റർ ജലം ഈ ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് ഒഴുക്കി വിടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം ഈ തോട്ടിൽ നിന്നുള്ള മാലിന്യങ്ങൾ കുറേയെങ്കിലും ഒഴുകിപ്പോകുക എന്ന ഉദ്ദേശത്തോടെയാണ് ആ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആമയിഴഞ്ചാൻ തോട്ടിൽ ഇപ്പോൾ ഈ റെയിൽവേ പ്ലാറ്റ്ഫോമിൻ്റെ 5ാം ഭാഗത്ത് നടത്തിയിരുന്ന പമ്പിംഗ് നടപടികൾ, അത് ഫ്ലഷിംഗ് നടപടികൾ നിർത്തിവച്ചിരിക്കുകയാണ്. കാരണം വലിയ തോതിൽ ഫോഴ്സിൽ വെള്ളം വരുമ്പോൾ അവിടെ രക്ഷാദൗത്യം നടക്കുന്നത് ഒട്ടും അപകടകരമാണ് എന്നതുകൊണ്ട് തന്നെയാണ് ആ തീരുമാനത്തിലേക്ക് എത്തിയത്. അമൽ, എങ്ങനെയാണ് ഇനിയിപ്പോൾ നേവി വരുന്നു? നേവി വന്നു കഴിഞ്ഞാൽ തന്നെ അവർക്കിപ്പോൾ NDRFും ഫയർഫോഴ്സും ചെയ്തതിനപ്പുറം എന്ത് പ്രവർത്തനങ്ങൾ ഇവിടെ ഇപ്പോൾ ഈ രാത്രി ചെയ്യാൻ സാധിക്കും? ഇന്ന് രക്ഷാപ്രവർത്തനം ഇതോടുകൂടി അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ വെള്ളം തുറന്നുവിട്ട് 5 ലക്ഷം ലിറ്റർ വെള്ളം വാട്ടർ അതോറിറ്റി അവിടെ നിന്ന് തുറന്നുവിടും. ആ വെള്ളം ഇതിലെ കടന്നു പോകുമ്പോൾ എന്തെങ്കിലും തരത്തിൽ അസ്വാഭാവികമായത് കണ്ടാൽ സ്കൂബ ഡൈവിംഗ് ടീം ഇവിടെ ഉണ്ടാകും. അവർ രക്ഷാപ്രവർത്തനത്തിനായി താഴേക്കിറങ്ങും, തെരച്ചിലിനായി താഴേക്കിറങ്ങും. അല്ല എങ്കിൽ ഇന്നത്തെ തെരച്ചിൽ പൂർണ്ണമായും അവസാനിപ്പിക്കുന്നു. കാരണം പകൽ തെരച്ചിൽ നടത്തിയിട്ട് പോലും ഒരു വിധത്തിലുള്ള പുരോഗതിയും ഈ തെരച്ചിലിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ സ്വാഭാവികമായും ഇനി ഈ രാത്രിയിൽ കൂടി ഇത് തുടരുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. അതിനാൽ തന്നെ രക്ഷാപ്രവർത്തനം ഇന്നിപ്പോൾ അവസാനിപ്പിക്കുന്നു. നാളത്തെ തീരുമാനം ഈ ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥരോട് മറ്റും സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറയുന്നത് നാളെ രാവിലെ മുതൽ ഈ നേവിക്കാർ വന്നതിന് ശേഷം അവരോടുകൂടി ആലോചിച്ച ശേഷം ഔട്ടറിലേക്ക്, അതായത് ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിന് അപ്പുറത്തേക്കുള്ള സ്ഥലത്ത് ഈ നഗരഭാഗത്തേക്ക് തുരങ്കം കഴിഞ്ഞുള്ള ഭാഗത്തേക്ക്, അപ്പോൾ ഈ ജോയി അവിടെ വീഴുന്ന സമയത്ത് ശക്തമായ മഴയുണ്ടായിരുന്നു. അപ്പോൾ ഒഴുകിപ്പോയിട്ടുണ്ടാകാം എന്നൊരു സാധ്യത കൂടി കണക്കിലെടുക്കുകയാണ്. ഇപ്പോൾ വരെ എന്തായാലും നമുക്ക് അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തിയിട്ടില്ല. ഇതിനുള്ളിൽ തന്നെ ഉണ്ടാകും എന്നുള്ളൊരു നിഗമനമാണുള്ളത്. ഇനിയിപ്പോൾ അങ്ങനെയും ഒരു സാധ്യത പരിശോധിക്കുന്നു. നാളെ പുറത്തേക്കുള്ള പരിശോധന കൂടി ഉണ്ടാകും. അത് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലായിരിക്കും പുറത്തെ പരിശോധന എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിലത്തെ അവസ്ഥ പരിതാപകരമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ അകത്ത് കടന്നുള്ള രക്ഷാപ്രവർത്തനം ദുഷ്കരമെന്നല്ല, മറ്റെന്തെങ്കിലും വാക്കുണ്ടെങ്കിൽ അത് ഉപയോഗിക്കേണ്ടി വരും. കാരണം അവിടെ നിന്നും വന്ന ഉദ്യോഗസ്ഥരും പറ്റുമൊക്കെ സാധ്യമായ മാർഗങ്ങളില്ല അതിനു വേണ്ടി എന്ന് പറയേണ്ടി വരും അല്ലേ? ഉറപ്പായും. കാരണം മനുഷ്യസാധ്യമായത് ചെയ്യുന്നതിനപ്പുറത്തേക്ക് താഴെ സ്കൂബ ഡൈവിങ്ങിൻ്റെ യൂണിഫോം ഉണ്ട്, അവർക്ക് ഓക്സിജൻ സിലിണ്ടർ ഉണ്ട്, അവർ താഴേക്ക് ഇറങ്ങുന്നു, കുറച്ച് ദൂരം നീന്തി പോകുന്നു. അവർക്ക് ഫ്രണ്ടിൽ പാറ പോലെ ഉള്ള ഒരു അവസ്ഥ വരികയാണ്. അവർ അവിടെ ഫയർഫോഴ്സ് ടീം, സ്കൂബ ഡൈവിംഗ് ടീം അകത്തേക്ക് പോകുമ്പോൾ കണ്ടിരിക്കുന്ന പ്രേക്ഷകർ കരുതുന്നത് ആ ഭാഗത്ത് ഇപ്പോൾ 10 മീറ്റർ അല്ലെങ്കിൽ 40 മീറ്റർ പോയി എന്ന് കരുതുമ്പോൾ 40 മീറ്റർ നമ്മൾ ഈ കാണുന്നത് പോലുള്ള വലിയ പ്രദേശത്തൂടെ കടന്നു പോകാൻ സാധിക്കുന്നു എന്നുള്ളതല്ല, ഒരാൾക്ക് വരെ കടന്നു പോകാൻ മാത്രമുള്ള ഒരു ഗ്യാപ്പിലൂടെയാണ് പോകുന്നത്. അതായത് അവർ ഇഴഞ്ഞു പോകുന്നു എന്നുള്ളതാണ് അവരതിന് കടന്നുപോയത് സാഹചര്യത്തെ അവർ വിശേഷിപ്പിച്ചത്. അതായത് സാധാരണ സ്കൂബ ഡൈവിംഗ് ടീം ഇപ്പോൾ ഇവിടെ ഒരാൾ പോവുകയാണെങ്കിൽ ഇവിടുന്ന് നേരെ അവർ താഴേക്ക് എടുത്ത് ചാടി അത്യാവശ്യം രക്ഷാപ്രവർത്തനത്തിൽ അവർക്ക് നല്ല പരിശീലനം ലഭിച്ചിട്ടുണ്ട്. അവർ ആളെ എടുത്ത് കൊണ്ടുവരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാരണം അവരുടെ മികച്ചൊരു ടീമാണ്, രാജ്യത്ത് തന്നെ മികച്ചൊരു ടീമാണ് നമ്മുടെ ടീം എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതല്ല അവസ്ഥ. അവർക്ക് അങ്ങനെ രക്ഷാപ്രവർത്തനം നടത്താനാവുന്നില്ല. ഇങ്ങനെ ഇവർ നുഴഞ്ഞു പോകുന്നതിനിടയിൽ ഒരു 2 തട്ടിലിടയിലാണ് ഇവരിങ്ങനെ മുന്നോട്ട് പോകുന്നത്. ആ പോകുന്നതിനിടയിൽ ഒരല്പം വെള്ളം കുറഞ്ഞാൽ ഇവർ അതിനിടയിൽ പെട്ടുപോകുന്ന അവസ്ഥ. മുകളിലത്തെ പ്ലാസ്റ്റിക് മാലിന്യത്തിൻ്റെയും താഴത്തെ കട്ടിയായ മാലിന്യത്തിൻ്റെയും നടുക്ക് ഇവരിങ്ങനെ അടഞ്ഞു പോകുന്നൊരവസ്ഥ ഉണ്ടാകും. സ്വാഭാവികമായും അതുണ്ടാക്കുന്ന പ്രതിസന്ധി ചെറുതാകില്ല. ഇന്ന് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി. തലനാരിഴയ്ക്കൊരു ഉദ്യോഗസ്ഥനെ നമുക്ക് തിരിച്ച് കരകയറ്റി കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ള അവസ്ഥയാണ്. അതിപ്പോൾ നാളെ നേവിക്കാർ വന്നാലും അല്ലെങ്കിൽ ഇപ്പോൾ NDRF ഇന്നലെ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ വലിയ പ്രതീക്ഷ നമ്മൾ പങ്കുവച്ചിരുന്നു. പക്ഷേ NDRF വന്നിട്ട് അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുണ്ടായില്ല. അല്ലെങ്കിൽ ഒരേ ഒരു ഓപ്ഷനാണ് ഇനി ഇപ്പോൾ ഈ തുരങ്കത്തിനകത്താണ് കുടുങ്ങിപ്പോയിട്ടുള്ളതെങ്കിൽ കണ്ടെത്തണമെങ്കിൽ ഒരുപക്ഷെ ഈ പറയുന്ന 5 റെയിൽവേ ട്രാക്കിനോട് മുകളിലൂടെ അടിയിലൂടെയാണ് കടന്നു പോകുന്നത്. അത് പൊളിച്ചുള്ളൊരു പരിശോധന എന്നുള്ളതാണ്. അത് അസാധ്യ സർവീസ് നടക്കുന്ന ഒരു സ്റ്റേഷൻ ആയതുകൊണ്ട് സാധ്യമാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതിനാൽ തന്നെ പ്രധാനപ്പെട്ട കാര്യം ഈ 32 മണിക്കൂറിലേക്ക് അടുക്കുന്നത് 30 മണിക്കൂറിൽ കഴിയുന്ന ഒരു അവസരത്തിൽ ഈ ഘട്ടത്തിൽ പരസ്പരം പഴിചാരി തുടങ്ങുകയാണ്. കാരണം അല്പം മുമ്പ് സംസാരിച്ച ADRM സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക്, അതായത് റെയിൽവേ സ്റ്റേഷനകത്തുള്ള ട്രാക്കിനടിയിൽ
ഈ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നു. അതിന് കാരണക്കാർ നഗരസഭയാണ്, അല്ലെങ്കിൽ പ്രോപ്പറായി അവർ ക്ലീൻ ചെയ്തില്ല. ഇത്തവണ അവർക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയുള്ള അസൗകര്യം അറിയിച്ചത് കൊണ്ട് ക്ലീൻ ചെയ്തില്ല. പക്ഷേ തൊട്ടു പിന്നാലെ സംസാരിച്ച മേയർ പറഞ്ഞത് എന്താണ്, പലതവണ നോട്ടീസ് കൊടുത്തിരുന്നു. പലതവണ മഴക്കാല പൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ വിളിച്ചപ്പോൾ ADRMO DRMO ഒന്നും പങ്കെടുക്കുന്നില്ല. പകരം താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർ വരുന്നു, നടപടിയിലേക്ക് പോകുന്നില്ല. അപ്പോൾ നഗരസഭ പൂർണ്ണമായും പഴി റെയിൽവേയെ തന്നെ വഹിക്കുന്നുണ്ട്. മാത്രമല്ല, റെയിൽവേയുടെ വേസ്റ്റുകൾ എവിടെ എന്ന ചോദ്യമാണ് മേയർ ആര്യ രാജേന്ദ്രൻ ഉന്നയിക്കുന്നത്. റെയിൽവേ ഈ വേസ്റ്റ് ഈ പ്ലാറ്റ്ഫോമിനുള്ളിലൂടെ ആമേഴഞ്ചന്തോട്ടിലേക്ക് തള്ളുന്നു എന്നാണ് മേയർ ആധികാരികമായി പറയുന്നത്. രണ്ടുപേരുടെയും ഭാഗത്ത് ഇതിപ്പോൾ പഴിചാരേണ്ട സമയമല്ല എന്നൊക്കെ പറയുമ്പോൾ പോലും ഒരു മനുഷ്യനാണ് അകത്ത് പോയത്. ഇതുവരെയും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നമായി നിലനിൽക്കുന്നത് രക്ഷാപ്രവർത്തകരുടെ ആത്മാർത്ഥതയില്ലാത്തത് കൊണ്ടല്ല, നമ്മുടെ മുഴുവൻ കഴിവിൻ്റെ പരമാവധി മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗിച്ചിട്ടും ഇന്നലെ ഈ രക്ഷാപ്രവർത്തനം തുടങ്ങിയപ്പോൾ നമ്മൾ എവിടെയാണോ നിന്നത് അവിടെ നിന്നും ഒരു അടി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. പലതും കനാൽ ഇങ്ങനെ ആക്കിയവർക്ക് അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. അതായത് അവിടുന്ന് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്ന്, അവിടുന്ന് ഒഴുകി വരുന്ന മാലിന്യത്തിൻ്റെ, അത് നഗരത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്നും ഒഴുകി വരുന്ന മാലിന്യമാണ്. അതിൻ്റെ ഉത്തരവാദിത്വം കോർപ്പറേഷനുണ്ട്, ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അത് അവിടുന്ന് ഒഴുകി വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ആ തുരങ്കം തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നിടം വരെ റെയിൽവേയുടെ കൈവശമുള്ള ഭൂമിയാണ്. അതിൻ്റെ അകം കഴിഞ്ഞ കുറേ കാലമായി 2018 മുതൽ ഇങ്ങോട്ട് വൃത്തിയാക്കിയിട്ടില്ല. അതിൻ്റെ ഉത്തരവാദിത്വം റെയിൽവേക്കാണ്. മാത്രമല്ല, റെയിൽവേയുടെ മാലിന്യമടക്കം തള്ളുന്നു എന്ന ആരോപണവും മേയർ ഉന്നയിക്കുകയാണ്. ഇതിനൊക്കെ കൃത്യമായി മറുപടി പറയേണ്ടി വരും. എന്തായാലും ഇത് 2-3 ദിവസം കൂടി അങ്ങ് കഴിഞ്ഞു പോകും. എന്തായാലും ഈ തിരച്ചിൽ വിജയം കാണുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. പക്ഷേ അതിനുശേഷം കോർപ്പറേഷൻ റെയിൽവേയും തമ്മിൽ നേരിട്ടുള്ളൊരു നിയമ പോരാട്ടവും ഏറ്റുമുട്ടലും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഈ ആര്യ വിശദീകരിച്ചൊരു കാര്യം, അല്ല ADRM വിശദീകരിച്ചൊരു കാര്യം, 2015, 17, 19 ഈ കാലത്ത് നഗരസഭയാണ് ക്ലീൻ ചെയ്തത്. ഏത്? റെയിൽവേയുടെ ഇപ്പോഴത്തെ ഈ പ്ലാറ്റ്ഫോമിനടിയിലുള്ള ആമേഴഞ്ചന്തോട്. പക്ഷേ ഇത്തവണ നഗരസഭയ്ക്ക് അസൗകര്യം അറിയിച്ചു. ആര്യ അത് പൂർണ്ണമായി തള്ളുകയാണ്. മാത്രമല്ല, തൻ്റെ കയ്യിൽ ഇതിൻ്റെ നോട്ടീസ് ില്ല. മന്ത്രിയും ആര്യ രാജേന്ദ്രനും പറയുന്നത് പച്ചക്കള്ളമാണെന്നാണ് റെയിൽവേ അധികാരികൾ വിശദീകരിച്ചത്. തൻ്റെ കയ്യിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെ നോട്ടീസുകളുമുണ്ട്. ഇതെല്ലാം അപ്പോൾ പരസ്പരം ഒരു പഴിചാരൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം അമൽ പറഞ്ഞത് ആണ് വളരെ വ്യക്തം. പുറത്തുനിന്നുള്ള മാലിന്യങ്ങൾ ഒഴുകി വരുന്നതിൻ്റെ ഉത്തരവാദിത്വം, അത് ഈ അകത്തേക്ക് പ്രവേശിക്കുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇറിഗേഷൻ കനാൽ എന്ന രീതിയിൽ സർക്കാരിനുമാണ്. റെയിൽവേക്ക് അകത്തുള്ള റെയിൽ നീര് പോലുള്ള കുപ്പികൾ എങ്ങനെ ഇതിനകത്ത് പ്ലാറ്റ്ഫോമിനകത്ത് നിന്ന് പുറത്തേക്ക് വരുന്നു? സ്വാഭാവികമായും അത് റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള മാലിന്യം തള്ളൽ തന്നെയാണ്. അല്ലെങ്കിൽ റെയിൽവേയുടെ മാലിന്യങ്ങൾ എവിടെ പോകുന്നു? ഇതിനുത്തരം രണ്ട് കൂട്ടരും ഇതിന് ഉത്തരവാദികളാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് തന്നെ. ഏകോപനം ഈ മഴക്കാല പൂർവ്വ ശുചീകരണം പരാജയപ്പെട്ടു എന്ന് പല കോണുകളിൽ നിന്ന് വിമർശനം ഉയരുമ്പോഴും അതൊക്കെ സർക്കാർ പലവട്ടം നിഷേധിക്കുന്നത് നമ്മൾ കണ്ടതാണ്. മന്ത്രിമാരും മേയറും എല്ലാവരും നിഷേധിക്കുന്നത് കണ്ടാണ്. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നഗരത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ മാലിന്യമുണ്ട് എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. മാത്രമല്ല, ഇങ്ങനെ ഒഴുകുന്ന മാലിന്യങ്ങൾ, ഈ കിടക്കുന്ന മാലിന്യമൊക്കെ ആര് ശുചീകരിക്കേണ്ടതാണ് എന്നുള്ള വിഷയമൊക്കെ വിട്ടേക്ക്. ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉയർന്നു വരാൻ കാരണം ഒരു മനുഷ്യജീവൻ അതിനുള്ളിൽ പോയി എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. മാത്രമല്ല, ഈ രക്ഷാപ്രവർത്തനം ഇങ്ങനെ വൈകുന്നു. ഇത് വിജയം കാണാനുള്ള സാധ്യത കുറഞ്ഞു വരുമ്പോൾ ഉത്തരം പറയേണ്ടി വരുന്നത് സർക്കാരിനും അതോടൊപ്പം തന്നെ റെയിൽവേക്കും ഒരുപോലെ തന്നെയാണ്. പരസ്പരം ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് ഇന്നലെ പരസ്യമായിട്ട് രാഷ്ട്രീയ പ്രതികരണങ്ങൾ മാത്രമാണ് വന്നത്. കോർപ്പറേഷനിലെ പ്രതിപക്ഷ കൗൺസിലർമാർ ഈ റെയിൽവേയെ സംരക്ഷിച്ച് സംസാരിക്കുമ്പോൾ മറ്റുള്ളവരെല്ലാം, മന്ത്രി അടക്കമുള്ളവർ റെയിൽവേയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു. അങ്ങനെയായിരുന്നു ആ ചർച്ച മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കാര്യം. ഇപ്പോൾ നേർക്ക് നേരുള്ള ഏറ്റുമുട്ടലായി. റെയിൽവേയുടെ പ്രതികരണം കൂടി ഇന്ന് വരികയാണ്. പക്ഷേ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഈ പ്രശ്നത്തിന് ശാശ്വതമായൊരു പരിഹാരം കാണണമെങ്കിൽ വേനൽക്കാലമാകണമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. വെയിൽ വന്ന് ഈ വെള്ളം വറ്റി വെള്ളത്തിൻ്റെ ഒഴുക്ക് നിലച്ച് JCB പോലെ പണ്ട് ഇതിൽ ചെറിയ JCB കടന്നിട്ടുണ്ട്. 4 മീറ്റർ പൊക്കമുണ്ട്. അപ്പോൾ ഓപ്പറേഷൻ 2015 കാലം അപ്പം അതുപോലെ ഒരു ചെറിയ JCB ഒക്കെ കടന്ന്, അല്ലെങ്കിൽ യന്ത്രങ്ങൾ JCB പോയില്ലെങ്കിൽ തന്നെ യന്ത്രങ്ങൾ ഉപയോഗിച്ച് അകത്ത് കടന്ന് അകത്തെ മാലിന്യം, പാറ പോലെ ഇരിക്കുന്ന മാലിന്യം എന്നാണ് ഉദ്യോഗസ്ഥൻ നമ്മളോട് പറഞ്ഞത്. വേനൽ കൂടി ആകുമ്പോൾ പ്രശ്നം ഗുരുതരമാകും. അങ്ങനെ ആ മാലിന്യം വലിച്ചു പുറത്തേക്കിടാതെ ഈ ആമേഴിഞ്ചാൻ തോട്ടിലെ അല്ലെങ്കിൽ ഇനിയും ഇതുപോലൊരു അപകടം ഉണ്ടായാൽ ഈ പേര് പോലെ ആമേഴിഞ്ചാൻ തോട് എന്ന് പറഞ്ഞ പോലെ ഇഴഞ്ഞ് ഇതിങ്ങനെ നീങ്ങുമെന്ന കാര്യത്തിൽ പകൽ മുഴുവൻ നിൽക്കുന്നു. ഇന്ന് രാവിലെ മുതൽ ഞാനും ഇവിടെ ഉണ്ട്. നമ്മളിവിടെ കാണുന്നത് ഇപ്പോൾ മാലിന്യം പല ഘട്ടത്തിലായി വലിയ വലകൾ ഉപയോഗിച്ച് JCB ഉപയോഗിച്ച് വാരി കൊണ്ടുപോകുന്ന കണ്ടു. പക്ഷേ ഈ മാലിന്യമെല്ലാം ഇവിടെ വന്നടുത്ത ഈ ടണലിലേക്ക് കയറുന്നതിന് പുറത്തുള്ള മാലിന്യമാണ്. ടണലിനകത്തുനിന്ന് ഒരു മാലിന്യമെങ്കിലും നീക്കുന്നതായിട്ട് നമ്മൾ കണ്ടായിരുന്നു. ടണലിനകത്തുനിന്ന് മാലിന്യം നീക്കുന്നത് കണ്ടില്ല. അതായത് ടണൽ ഇങ്ങനെ അവസാനിക്കുന്നുണ്ട്. ടണൽ തുടങ്ങുന്ന ഭാഗമാണ് ഇതെങ്കിൽ ഇതിന് ഇപ്പുറത്തേക്ക് കിടക്കുന്ന മാലിന്യം മാറ്റുന്നുണ്ട്. കാരണം അവിടെ രക്ഷാപ്രവർത്തകർക്ക് ഇറങ്ങി നിൽക്കേണ്ടതുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കൂടി പറയാം. അവിടെ ഇന്നലെ ഇതേ പ്രവൃത്തി ചെയ്ത് അവിടെ പൂർണ്ണമായും ക്ലീൻ ചെയ്തിട്ട്
വരുമ്പോൾ അതല്ല അവസ്ഥ. ഇന്ന് രാവിലെയും ഇന്നലെ വൈകുന്നേരം കണ്ടതിന് സമാനമായ അവസ്ഥ. ഈ മറ്റേ വലയ്ക്കകത്ത് മാലിന്യം കോരി പുറത്തേക്ക് വരികയാണ്. ഇന്നലെ 5 ലോഡ് മാലിന്യം മാറ്റിയെങ്കിൽ ഇന്ന് 2 ലോഡ് മാലിന്യം മാറ്റി. ഫില്ല് ചെയ്യുകയാണ്, കൃത്യമായി ഇത് ഫില്ല് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അത് എവിടെ നിന്ന് വരുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കോർപ്പറേഷൻ നൽകേണ്ടതുണ്ട്. പിന്നീട് ഇതിന്റെ അകത്തെ മാലിന്യം എവിടെ നിന്നെങ്കിലും പുറത്തേക്ക് എടുത്തിടാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അത് ആ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞതുപോലെ അത് കല്ലുപോലെ കട്ട പിടിച്ച് കിടക്കുകയാണ്. അതിനാൽ തന്നെ മാലിന്യത്തിനിടയിലാണ് നിർഭാഗ്യവശാൽ ജോയി പെട്ടിട്ടുണ്ടെങ്കിൽ അതിനിടയിൽ അകപ്പെട്ടിട്ടുണ്ടാകുക. അപ്പോൾ റെയിൽവേ പ്ലാറ്റ്ഫോമിന് അടിയിലൂടെ പോകുന്ന ടണലിനകത്തുള്ള മാലിന്യം ഇപ്പോഴും അതുപോലെയാണ്. പിന്നെ ഈ രക്ഷാപ്രവർത്തനം എന്നുള്ളത് നമുക്ക് സാധ്യമായ സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ NDRFന് സാധ്യമായ അവർക്ക് കടന്നു ചെല്ലാൻ പറ്റുന്ന വളരെ പരിമിതമായ ഇടങ്ങളിൽ മാത്രമല്ലേ നടന്നിട്ടുള്ളൂ. നാളെ നേവി വന്നാലും നേരത്തെ അമൽ പറഞ്ഞതുപോലെ ഈ ട്രാക്കുകൾ മാറ്റിയുള്ള, അല്ലെങ്കിൽ ഇതൊരു ഇന്നിപ്പോൾ ഈ കാണുന്ന കനാൽ പോലത്തെ രൂപത്തിൽ തുറന്നു വെച്ചിട്ടുള്ള ഒരു ക്ലീനിങ് അല്ലാത്തൊരു അങ്ങനൊരു പ്രോസസ്സിലേക്ക് പോകാൻ സാധിക്കുന്ന ഒരു ഘട്ടമില്ല അല്ലേ? ഒരു കാരണവശാലുമില്ല. ഇപ്പോൾ ഒരു ഡാമിലോ അല്ലെങ്കിൽ പുഴയിലോ ഒക്കെ ഒരാൾ പോവുകയാണെങ്കിൽ നേവിയുടെ സഹായമൊക്കെ തേടി നമ്മൾ പലപ്പോഴും പല ആളുകളെയും എടുത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഇതെന്താണ് വിഷയം എന്ന് വെച്ചാൽ അങ്ങനെ ഇറങ്ങി അവരുടെ വള്ളങ്ങളോ ബോട്ടുകളോ ഉപയോഗിച്ച് ഇറങ്ങാൻ പറ്റുന്നൊരവസ്ഥയോ, അല്ലെങ്കിൽ മുങ്ങിത്തപ്പി ആളെ ഈ മുങ്ങൽ വിദഗ്ധരാണല്ലോ ഈ വന്ന് ഇറങ്ങുന്ന ആളുകൾ. അവർ ഏറ്റവും താഴെ തട്ടിൽ പോയി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെത്തി കൊണ്ടുവരികയാണ്. അവർ പറയുന്ന ഒന്നും കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇന്നൊരു ഒരു ദൃശ്യങ്ങൾ വന്നു, ഈ ഒരാളുടെ കാലിൻ്റേത് പോലെയുള്ള എന്ന് നമ്മൾ പ്രതീക്ഷ. അപ്പോൾ നമ്മൾ ആളെ കിട്ടി എന്നുള്ള തരത്തിലാണ് പ്രതീക്ഷ ഉണ്ടായിരുന്നതെങ്കിൽ ഇവർ അവിടെ പോയി തപ്പുമ്പോൾ അതൊരു പ്ലാസ്റ്റിക് കവറിനകത്ത്, നീളമുള്ളൊരു പ്ലാസ്റ്റിക് കവറിനകത്ത് വെള്ളം കയറി അതിങ്ങനെ അലയടിക്കുന്നതാണ് കാണുന്നത്. പക്ഷെ പിന്നീട് ചെല്ലുമ്പോൾ അതവിടെ കാണുന്നുമില്ല. അപ്പോൾ അതാണ് ഇവർക്ക് കൃത്യമായി കാണാൻ, കറുത്ത് കിടക്കുകയാണല്ലോ ആ വെള്ളം. അപ്പോൾ ഇതിലൊരു വ്യക്തത ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോഴും പകുതി മനസ്സാണ്. അതായത് അവർക്ക് സംശയമാണ് ഇതിന് മനുഷ്യൻ്റെ തന്നെയാണോ. അതുകൊണ്ടാണ് ആ ഓപ്പറേഷൻ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് 5ാമത്തെ പ്ലാറ്റ്ഫോം അവസാനിക്കുന്ന ഈ ഭാഗത്തേക്ക് മാറ്റിയത്. കാരണം അതിന് ഒഴുകിപ്പോയിട്ടുണ്ടെങ്കിൽ, ഇതൊരു മനുഷ്യൻ്റെ ഭാഗമാണെങ്കിൽ ഇങ്ങോട്ട് ഒഴുകി വരട്ടെ എന്ന രീതിയിലാണ് പിന്നീട് ആ ഓപ്പറേഷൻ എല്ലാം മാറിയത്. അതായത് ഉദ്യോഗസ്ഥരുടെ കഷ്ടപ്പാടിനെ നമ്മൾ ഒരു തരി പോലും കുറച്ച് കാണാൻ പാടില്ല. ഊണും ഉറക്കവും ഉപേക്ഷിച്ച് അവർ ഇവിടെ നിൽക്കുകയാണ്. മാത്രമല്ല ആ വെള്ളത്തിലേക്ക് ഒരു സാധാരണയുള്ള ഒരാൾക്ക് ആ വെള്ളത്തിലൊന്ന് തൊടാനോ അതിലൊരു തുള്ളി വെള്ളം ദേഹത്ത് തെറിച്ചാൽ പോലും നമുക്ക് അത്രത്തോളം ബുദ്ധിമുട്ട്. സ്മെല്ലിൻ്റെ കാര്യമൊക്കെ വിട്ടേക്കുക. അതിലുണ്ടാകുന്ന ഒരു അപകടം എന്ന് പറയുന്നത് ഇത് കെമിക്കലായാണ് ഇത് പുറത്തേക്ക് വരുന്നത്. ഉറപ്പായും ആ ഉദ്യോഗസ്ഥർ അവിടേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ അവർക്ക് കൃത്യമായി ഓക്സിജൻ സിലിണ്ടർ അടക്കം നൽകി അവിടേക്ക് താഴെ ഇറങ്ങുമ്പോൾ കൊടുക്കുകയാണ്. കാരണം ഇതിങ്ങനെ അടഞ്ഞു കിടക്കുന്ന ഒരു ടണലാണ്. സ്വാഭാവികമായും അതിനകത്ത് ഓക്സിജന്റെ സഞ്ചാരം ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതായത് ശുദ്ധവായു എന്ന് പറയുന്നത് അതിനകത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് അവർക്കും ഉണ്ട്, അവരുടെ ജോലിയാണ്. എങ്കിൽ പോലും നമുക്ക് കഷ്ടം തോന്നും അവരുടെ ഒരു അവസ്ഥ കാണുമ്പോൾ. അവർ അങ്ങനെ ഇറങ്ങിയാണ് ജോലി ചെയ്യുന്നത്. അവർ വലിയ തോതിൽ ആത്മാർത്ഥത കാണിക്കുന്നുണ്ട്. പക്ഷേ ശ്രമങ്ങൾക്കും അവരുടെ നിശ്ചയദാർഢ്യത്തിനുമൊക്കെ അപ്പുറത്തേക്ക് അവരെ വെല്ലുവിളിക്കാൻ പരുവത്തിനാണ് ഇതിനുള്ളിലെ മാലിന്യം എന്ന കാര്യത്തിൽ സംശയം. ഇത് പ്രേക്ഷകർക്ക് കുറേ ലളിതമായി മനസ്സിലാക്കാനാണെങ്കിൽ ഒരു വലിയ ഡ്രെയിനേജ് കുഴൽ, ആ ഡ്രെയിനേജ് കുഴലിനകത്ത് ഖരമാലിന്യങ്ങൾ നിറഞ്ഞ് കിടക്കുകയും മലിനജലം അടക്കം നിറഞ്ഞു കിടന്നാൽ അതിനകത്തേക്ക് ഒരു രക്ഷാപ്രവർത്തകൻ ഇറങ്ങി, ഒരാൾ കുടുങ്ങുകയും രക്ഷാപ്രവർത്തകൻ ഇറങ്ങി രക്ഷിക്കാനും ശ്രമിച്ചാൽ എന്തായിരിക്കും ഫലം? അതേ രീതിയിലാണ് ഈ ടണൽ കിടക്കുന്നത് അല്ലേ? കാരണം ഇതിൻ്റെ 150 മീറ്റർ എന്ന് പറയുന്നതിൻ്റെ ഇടയ്ക്ക് ചില ഭാഗങ്ങളിൽ നമുക്ക് തുറക്കാൻ സാധിക്കും. പക്ഷേ അതിനകത്തേക്ക് ഒരു സുഗമമായി കടന്നു ചെന്ന് എവിടെയെങ്കിലും ഒരാൾ കുടുങ്ങി കിടപ്പുണ്ടോ എന്ന് നോക്കാൻ കഴിയുന്ന ഒരു സാഹചര്യവുമില്ല. അതായത് ആ പ്രേക്ഷകർക്ക് മനസ്സിലാകാനായി പറയാം. അതായത് 4 മീറ്റർ ഉയരമുള്ള ടണലാണ്. 4 മീറ്റർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ഉയരമുണ്ട്. ആ ഉയരമുള്ള ടണലിൻ്റെ താഴ്ഭാഗം മുഴുവൻ കട്ടിയുള്ള മാലിന്യം വന്നടിഞ്ഞ് ചെളിയും മണലും എല്ലാം വന്നടിഞ്ഞ് അതിങ്ങനെ സിമെന്റ് പോലെ ഉറച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ ചവിട്ടി നടക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ താഴ്വശത്തുണ്ട്. പക്ഷേ മുകളിൽ അങ്ങനെയല്ല. പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ്, തുണികളാണ്, ഈ മറ്റ് കട്ടി കുറഞ്ഞ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്ന എല്ലാ സാധനങ്ങളും അതിന് മുകളിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ഇതിന് രണ്ടിനും നടുവിലൂടെയാണ് വെള്ളം ഒഴുകി പോകുന്നത്. പറയുന്നതനുസരിച്ചാണ് കിടന്ന് നുഴഞ്ഞു പോകാൻ പരുവത്തിനുള്ള സ്ഥലം. അതായത് എൻ്റെ ശരീരത്തിൻ്റെ ഒരു പകുതിയോളം വരുമായിരിക്കും അത്. അത്രയും 4 മീറ്റർ വലിപ്പമുള്ള പൈപ്പിൽ എൻ്റെ പകുതിയോളം വലിപ്പത്തിലാണ് ആ വെള്ളം ഒഴുകി പോകുന്നത് എങ്കിൽ അങ്ങനെയാണ്. അവിടെ ഇറങ്ങിയാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നത്, അവർ പരിശോധന നടത്തുന്നത്. അതും തെളിഞ്ഞ വെള്ളത്തിലല്ല. ഇവർ അങ്ങോട്ട് നീന്തി കയറുമ്പോൾ ഇവരുടെ മുഖത്തേക്ക് തിരിച്ചടിക്കുന്നത് ഈ നഗരത്തിൻ്റെ വിവിധയിടങ്ങളിൽ നിന്നുള്ള മാലിന്യമാണ്. അവർ ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതെ, അവർ ഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണ് പോകുന്നത്. സുരക്ഷാക്രമീകരണം കടന്നുപോയി പരിശോധന നടത്തി എന്നിടത്ത് ജോയി ഇല്ല എന്ന് ഒരു ഘട്ടത്തിൽ ഉറപ്പിക്കാൻ സാധിക്കില്ല. ഇവർ പരിശോധന നടത്തിയ സ്ഥലത്ത്, പരിശോധന എന്ന് പറയുമ്പോൾ പരിശോധന നടത്തിയെന്ന് നമുക്ക് പറയാം, പക്ഷേ അതൊരു പ്രാഥമിക പരിശോധന എന്നതിനപ്പുറത്തേക്ക് കൃത്യമായ ഒരു പരിശോധന എന്നതിനെ പറയാൻ കഴിയില്ല. മാത്രമാണ് അവർക്ക് പരമാവധി കാര്യം. പിന്നെ റോബോട്ടിനെ ഉപയോഗിച്ച് ഒരു പരിശോധനയുടെ ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അത് കൊണ്ടുവന്നപ്പോൾ തന്നെ പ്രായോഗികമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കിയതാണ്. കാരണം നമ്മൾ ഒരാൾ താഴെ പോയി എടുത്തുകൊണ്ടുവരുന്ന മാലിന്യത്തിൻ്റെ നമുക്ക് കയ്യിൽ ഉൾക്കൊള്ളാൻ കഴിയും
ഉണ്ടോ അത്രയും മാലിന്യം മാത്രമാണ് ആ റോബോട്ടിക് സംവിധാനത്തിന് പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞത്. അതിനപ്പുറത്തേക്ക് അവർക്കൊന്നും ചെയ്യാനില്ല. പിന്നീട് അവരുടെ ക്യാമറയാണ് കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. ആ ക്യാമറയിൽ കാണുന്ന ദൃശ്യങ്ങൾ വെള്ളത്തിലാണെങ്കിൽ വ്യക്തതയുണ്ടാകും. ഇത് പക്ഷേ കറത്തിരുണ്ടിരിക്കുന്ന വെള്ളം മാത്രമല്ല, അവരുടെ ക്യാമറയിൽ ഓരോ നിമിഷവും വന്ന് ഈ പ്ലാസ്റ്റിക് കവറുകളും മറ്റു മാലിന്യങ്ങളും വന്ന് ആ ക്യാമറയിൽ പതിയുകയാണ്. സ്വാഭാവികമായും ആ ക്യാമറയിലെ ദൃശ്യം അവിടെ തീരുന്നു. പിന്നെ അത് തിരിച്ചെടുത്തതിന് ശേഷം വേണം ഇത് വൃത്തിയാക്കിയിടാൻ. അതിനാൽ തന്നെ അതൊന്നും പ്രായോഗികമായ ഒരു കാര്യമല്ല. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മനുഷ്യൻ എന്ത് ചെയ്യാൻ കഴിയുമോ അതിനപ്പുറത്തേക്ക് മറ്റൊന്നും യന്ത്രമിറക്കി എന്തായാലും ഇനിയിപ്പോൾ രക്ഷാപ്രവർത്തനം ബുദ്ധിമുട്ടാണ്. ആളുകൾക്കകത്ത് കടന്നു പോകാൻ ഒരു സൗകര്യമുണ്ടായാൽ അതിന് മാലിന്യം മാറണം. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ. 5 ലക്ഷം ലിറ്റർ വെള്ളം തുറന്നു വിട്ടു കഴിഞ്ഞാൽ അത് ഇങ്ങ് എത്തേണ്ടതാണ്. ചെറിയ തോതിൽ ഒഴുക്കുന്നതിനപ്പുറത്തേക്ക് വലിയ തോതിലൊരു ഒഴുക്ക് നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഇങ്ങേ തലത്തിൽ കാണാൻ സാധിക്കുന്നില്ല. നമ്മളിപ്പോൾ ഇപ്പോൾ ആദ്യം കണ്ടതിനേക്കാൾ നേരത്തെ നിന്നതിനേക്കാൾ കുറച്ചുകൂടി ഒഴുക്കുണ്ടായിരുന്നു. അത് ആ വെള്ളം ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളൊരു നിഗമനം. കെട്ടിക്കിടക്കുന്ന വലിയ തോതിലുള്ള മാലിന്യം ഒഴുകിപ്പോകാൻ മാത്രമുള്ള വെള്ളം വന്നിട്ടില്ല അപ്പോഴും. ഒരിക്കലുമില്ല. അങ്ങനെ ഇത് ഇപ്പോൾ ഈ വെള്ളം തുറന്നു വിടുന്ന പ്രോസസ്സ് ഇടയ്ക്കിടയ്ക്ക് വാട്ടർ അതോറിറ്റി ചെയ്യുന്നതാണ്. ഈ മാലിന്യം ഒഴുക്കി കളയാൻ വേണ്ടി അവർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതിപ്പോൾ ഇതിനു വേണ്ടി ചെയ്തതെന്നല്ല, ഈ ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ടായിരുന്നില്ല. അത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു, ഇന്നും ഇന്നലേക്കായി ചെയ്യേണ്ടതായിരുന്നു. ഇവിടെ ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉള്ളതിനാലാണ് അത് കുറച്ചുകൂടി വൈകിക്കൊണ്ടുപോയത്. ഇപ്പോൾ ഇവിടുന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിർദ്ദേശമുണ്ടായി, നിങ്ങൾ തുറന്നു വിട്ടോ, ഞങ്ങളിപ്പോൾ ഈ റെസ്ക്യൂ ടീം അടക്കം താഴെയില്ല, കരയ്ക്ക് കയറിയിട്ടുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടുന്ന് ഇപ്പോൾ ഇത് തുറന്നത്. എന്തുകൊണ്ട് ഈ സാഹചര്യം ഉണ്ടായി എന്നുള്ളത് നമ്മൾ ഈ ഘട്ടത്തിൽ പറയാതിരിക്കാൻ ആകില്ല. കാരണം 2015 ഓപ്പറേഷൻ പ്രശാന്തേ, അമലെ, ഇരുവരും വളരെ വിശദമായി തന്നെ കാണുന്ന പ്രേക്ഷകർക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഈ 20 മിനിറ്റിൽ എന്തൊക്കെയാണ് ഇതുവരെ നടന്നത്, എന്താണ് തിരുവനന്തപുരം നഗരത്തിൻ്റെ അവസ്ഥ, ആ മനുഷ്യജീവൻ എങ്ങനെ അതിൽ പെട്ടു, എത്രത്തോളം ദുഷ്കരമായാണ് ആ രക്ഷാദൗത്യത്തിൻ്റെ അല്ലെങ്കിൽ ആ രക്ഷാപ്രവർത്തകർ മുന്നോട്ട് പോകുന്നതെന്നൊക്കെ അമലും പ്രശാന്തും വളരെ കൃത്യമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് തിരിച്ചു വരാം ഒരു